വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം, ഹാപ്പി ഓണം. ഇന്നൊരു ഓണം വ്ളോഗ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും. ഓണത്തിന് പിന്നെ സദ്യ, പായസം ഇതൊക്കെ ആണല്ലോ വിഭവങ്ങൾ. ഓണായിട്ട് പ്രത്യേകിച്ച് ആൾക്കാരെ നമ്മൾ സദ്യ വിളിക്കാനൊന്നും വീട്ടിൽ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമ്മാനോട് നമുക്ക് എന്നാ പായസം വെക്കാം. ഇപ്പൊ ഇത് കണ്ടിട്ട് ആരെങ്കിലും അടുത്ത കൊല്ലം നമ്മളോട് വിളിച്ചോട്ടെ. മാസത്തിൽ 2 ദിവസം നാട്ടിൽ വരുന്നോട് വീട്ടിൽ ചെരുപ്പൊന്നുമില്ല എനിക്കിട. അങ്ങനെ പഴയ ചെരുപ്പൊക്കെ തപ്പി പിടിച്ചെടുത്ത് നമ്മൾ പായസത്തിനുള്ള മിൽക്ക് മേഡ് വാങ്ങാൻ പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട മിൽക്ക് മേഡ് വെച്ച് മാത്രമാണ് പോകാൻ പായസം ഉണ്ടാക്കുന്നത് എന്നല്ല. ഉപ്പ രാവിലെ എല്ലാ സാധനങ്ങളും കൊടുക്കുന്നതുകൊണ്ട് അതിൽ ഒന്ന് മറന്നതാണ് ഈ മിൽക്ക് മേഡ്. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോൾ മിൽക്ക് മേഡ് തപ്പാനുള്ള പരിപാടി സ്റ്റാർട്ട്. കൂടുതൽ തപ്പിപ്പോണ്ട ആവശ്യമൊന്നും ഇവിടെ വന്നില്ല, പെട്ടെന്ന് തന്നെ സാധനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ പായസത്തിന് ഒരു ഭംഗിയില്ല, ഒരു രസമില്ല അല്ലേ. അങ്ങനെ അതും പാക്ക് ചെയ്ത് നേരെ ഉമ്മാന്റെ കയ്യിൽ ആ സാധനം കൊണ്ടുകൊടുത്തു. പായസം മുന്നേ ഉണ്ടാക്കി വെച്ചോണ്ട് അതിക്ക് മിൽക്ക് മേഡ് മാത്രം ആഡ് ചെയ്യാം. ഉമ്മ ഈ മാറ്റി വെക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ നോക്കാം, ഷുഗർ ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ ഉമ്മാക്കുള്ളതാണ് മാറ്റി വെച്ചതാണ്. ഉമ്മാക്കുള്ളത് മാറ്റി വെച്ച അടുത്ത ചടങ്ങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പായസത്തിലോട്ട് നമ്മൾ മിൽക്ക് മേഡാണ് ആഡ് ചെയ്യുക. ഇവിടെ ഉമ്മാക്ക് ചെറിയൊരു പാളിച്ചാണ്ട്, ചെറുതായിട്ട് മിൽക്ക് മേഡിന്റെ ഒരു ദിശാണ് മാറിപ്പോയി. ആ മിൽക്ക് മേഡിന്റെ ഓപ്പണിംഗ് ഭാഗം വരുന്നത് ഫ്രണ്ടിലാണ്, ഉമ്മ കുത്തിയതോ ബാക്ക്. എന്താ പറയാ, മിൽക്ക് മേഡും 2 മണിക്കൂറിന്റെ യുദ്ധം കഴിഞ്ഞെന്നുണ്ടെങ്കിലും പായസം റെഡിയായി. അങ്ങനെ തറവാട്ടിലുള്ള വല്യപ്പാക്കും വല്യമാക്കും കണ്ട് പായസമാണ് കൊണ്ടുപോയി. അപ്പൊ ഓണായിട്ട് ഇതൊക്കെ ഉള്ള പരിപാടികള്. അപ്പൊ ഓക്കെ ബൈ.